പ്രഭാതമായി തൃക്കണിയേകിയാലും പ്രസാദമാ നീലാംബരി, നിന്റെ ഫോണിലൊരു കബീഷ് വിളിക്കുന്നു. ആ, ആരാണോ നോക്ക്, ആരൊക്കെയാണോ ഇത്. ഇടിക്കങ്ങോട്ട് അത് കട്ടായി പോകും. ഇയാൾ എന്തിനാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മോരോണ് എന്തിനാണ് ഇപ്പൊ വിളിക്കുന്നയാവോ? ഹലോ മോളെ, എടി നിനക്ക് സുഖാണോടി? അല്ല, എന്താ ഇപ്പം സുഖം ഒക്കെ അന്വേഷിക്കാൻ ഒരു ത്വര? അല്ല, കഴിഞ്ഞ ദിവസം ഞാൻ വാഴ 2 എന്ന് പറയുന്ന സിനിമ കണ്ടായിരുന്നേ. അപ്പൊ ആ സിനിമ കണ്ടപ്പോ തൊട്ട് എനിക്ക് നിന്നെ കാണുന്നത് ഭയങ്കര ആഗ്രഹമാടി. അതിന് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം കേട്ടോ, കൂടെ ഉള്ളവരൊക്കെ അങ്ങ് പോകും, പിന്നെ അവസാനം പുറത്തിറങ്ങാനും കലങ്കിലിരിക്കാനും ഒക്കെ ആരും ഉണ്ടാവില്ല കൂടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഈ മരവാഴയ്ക്ക് വട്ടായോ? ഓക്കെ. ഇപ്പൊ എന്താ പ്ലാൻ? ഇപ്പൊ എന്താ? ഇല്ല, വേറൊന്നുമില്ല. ഈ പ്രാവശ്യത്തെ വിഷു നിന്റെ ഒപ്പം ഞാൻ ആഘോഷിക്കുന്നത്. ഞാൻ അങ്ങോട്ട് വരുക. അല്ല, നമ്മള് ഇവിടെ വേറെ പ്ലാനും കാര്യങ്ങളും അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു അല്ലേ? കൂടെയുള്ളവരൊക്കെ അങ്ങ് പോകും വെച്ചാ. ബാക്കി അവിടെ ചെന്ന് പറയാം. ഈ വിഷുവും കുളമാക്കാൻ വേണ്ടിട്ട് ഓരോരുത്തന്മാരും വന്ന് കേറിക്കോളും. എന്തുവാ? ഓഹോ, എന്റെ ആ പുന്നാര ചേട്ടനില്ലേ, ബബീഷ് ബ്രോ. ഈ വിഷുവിനെ ഇവിടെ മൊത്തം കലക്കാനായിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ടെന്ന്. ഈ വിഷുവിന് അവൻ ഇങ്ങോട്ട് വരുന്നു? ഇതിനെല്ലാവരും മരിച്ചു വീട്ടിലിരിക്കുമ്പോഴേക്കും മരിച്ച വീട് ആകാതിരിക്കാൻ എങ്ങനെ ഇരിക്കുന്നത്? എന്നാടി പ്രശ്നം? എടാ, നിന്റെ ഒരു അടിയിലില്ലേ ഇവിടെ ആങ്ങളാ, അവൻ ഇങ്ങോട്ട് വരുന്നത് വിഷു ആഘോഷിക്കാനായിട്ട്. ബബീഷോ? ആ, കബീഷ്. അവൻ ഇങ്ങോട്ട് വരാൻ പോവാന്നോ? ആ, നീ എന്തിനാ അവനോട് അങ്ങ് വരാൻ പറഞ്ഞത്? ഞാൻ എന്തെടുക്കാനാ? അങ്ങനെ എന്തോ വാഴാന്നോ മറ്റുള്ള സിനിമ കണ്ടിട്ട് പെങ്ങൾ സ്നേഹം മൂത്തിട്ട് വിഷു ആഘോഷിക്കാൻ വരുവാണ് അത്ര. വാഴ അവൻ ഇങ്ങോട്ട് വന്ന് എന്റെ കോലാകലൊക്കെ അറിയാലോ. അറിയാലോ. കഴിഞ്ഞ വിഷുവിന് ഇവിടെ വന്നിട്ട് മുഴുവൻ അവന്റെ മുറുക്കാൻ തൊപ്പിലുകാരം കൊണ്ട് ആകെ മെനകടയില് വീട് മുഴുവൻ. കുളിക്കട പോയി കാണിച്ചു വെച്ച കോപ്രായൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ? അറിയാം. ആ, ഒരു മാസക്കാലം അവിടുത്തെ പ്രശ്നം മൊത്തം എന്റെ തലയിലായിരുന്നു. അത് അവൻ വന്നാറുണ്ട് അച്ഛന്റെ തലേന്ന് പോയി. അത് പറഞ്ഞിട്ട് കാര്യം. ഇത്തവണ വിഷുവിന് പടക്കം പൊട്ടിക്കാനെന്ന് പറഞ്ഞാൽ ഗ്രനേഡ് കൊണ്ട് പൊട്ടിക്കുന്നത്. ഈ വീട് കുടുംബം കുട്ടിച്ചോറാക്കുവാൻ. ഇതിപ്പോ ഞാൻ എന്നിട്ട് ചെയ്തിട്ടാണോ? ഞാൻ പറഞ്ഞ അങ്ങനെ കേൾക്കുവോ? നീ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അവനോട്ട് വന്ന് നമ്മുടെ വിഷു പൊളിയും എല്ലാം പൊളിയും. എനിക്കറിയാൻ പാടില്ല എന്ത് കൊടുക്കണമെന്ന്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു ഐഡിയ പറയാം. അവനിവിടെ വന്ന് അവൻ മിണ്ടാതെ ഉരിയാടാതെ അവൻ വിട്ടുപോകും. നിങ്ങൾ എന്റെ കൂടെ നിന്നാ മതി. ഓക്കെ അല്ലേ? അതായത് പക്ഷെ ഈ പ്ലാൻ വർക്കൗട്ട് ആവോ? നിങ്ങൾ എന്റെ കൂടെ നിന്നാ മതി. ഒരു കുഴപ്പമില്ല. ഞാൻ അവനെ അളിയ നേരത്തെ പോന്നാ? ഇനിയിപ്പോ നിങ്ങൾക്കൊരു വിഷമാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അത് നന്നായി. എന്റെ പെങ്ങളെ വിളി, എന്റെ വാഴപ്പെങ്ങളെ വിളി, ഞാനൊന്ന് കാണട്ടെ. അതിനല്ലേ വന്നത്. വാഴപ്പെങ്ങളാ? ആ, ഞാനാ പഴോ? നിങ്ങൾ തീരുമാനിക്ക്. എന്റെ പെങ്ങളെ വിളി, ഞാനൊന്ന് കാണട്ടെ. വാഴ സിനിമ കണ്ട പിന്നെ എനിക്ക് അവളെ കാണാതെ ഇരിക്കാൻ വയ്യ. എടേ, നിന്റെ നീ വാഴാങ്ങളെ വന്നേക്കുന്നു. അയ്യോ, ആ പഴയ കാര്യങ്ങളൊക്കെ എന്റെ ദൈവമേ. എന്നാലും വിഷു നമ്മൾ ഇവിടെ ആഘോഷിക്കുക. ഈ ബാത്റൂമിലൊന്നും പോകണം. ബാത്റൂം ബ്ലോക്കാ? അല്ല, എനിക്ക് പോകില്ല, എനിക്ക് പോണം. അല്ല, അതല്ല, ബാത്റൂം നന്നായിക്കൊണ്ടിരിക്കുക. എന്നാലും വിഷു നമ്മള് ഒരാഴ്ച കഴിഞ്ഞാൽ നന്നാവുള്ളൂ. വളരെ സുഖാണോ ഇവിടെ നിനക്ക്? ഇതന്നല്ലേ ചേട്ടാ ഫോണിൽ കൂടെ ചോദിച്ചേ. അല്ല, അതല്ലേ ഈ വാഴ സിനിമ കണ്ട പിന്നെയോ ഇല്ല വട്ടല്ല, അത് കണ്ട പിന്നെ ഭയങ്കര ഇവരൊക്കെ അങ്ങ് പോകും കേട്ടോ. അവസാനം കരിങ്കിലിരിക്കാനൊക്കെ കഴിഞ്ഞില്ലേ ഇത്? അല്ല, പറയുമ്പോ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു വന്നുള്ളു. അടയ്ക്കാക്കുരു ഇവിടെ ഉണ്ടായിരുന്നാ? ഈച്ച ഞാൻ അതല്ല, അടയ്ക്കാക്കുരു ഒത്തിരി ഉണ്ട്, ഒരുപാടുണ്ടല്ലോ അല്ലേ? കൃഷിയല്ല. ഏതായാലും ഈ പ്രാവശ്യത്തെ ഓണം വിഷു ഈ മറ്റേ വാഴ മനസ്സ് ഈ പ്രാവശ്യത്തെ വിഷു നമ്മളെല്ലാരും കൂടെ അങ്ങ് ആഘോഷിക്കുക. ഇവിടെയോ? എന്റെ ഭഗവാനെ, അടുത്ത പ്രാവശ്യം കണ്ടില്ലെങ്കിലോ? അതിനടാ നീ ഉണ്ടാവൂലേ? അതല്ല, അമ്മാവനെ. ഓ ഇതൊരു പറമ്പ് മുഴുവനുണ്ടല്ലേ മുട്ടിന്റെ അകത്ത്.
ഇങ്ങോട്ട് പറഞ്ഞു എന്നാ മാവാ അല്ല നിനക്ക് വേലയ്ക്ക് മണിക്കൊന്നും പോകണ്ട ഇങ്ങനെ കറക്കി തിരിഞ്ഞ് നടന്നാ മതി. ഞാനിപ്പോ കൃഷി നോക്കുന്നുണ്ട്. കൃഷി തുടങ്ങി? പിന്നെ എന്തൊക്കെ കൃഷിയാ ചെയ്യുന്നത്? വാഴ ട്രീ എന്ന് വെച്ചാല് 3 വാഴ. 3 വാഴ, അതിന്റെ കൃഷി. പിന്നെ കാച്ചിലുണ്ട്. പിന്നെ നമ്മള് ഇഞ്ചി. ഇപ്പൊ ഇതെല്ലാം കൂടെ അടുത്ത പ്രാവശ്യത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് ഞാൻ നല്ല ഉണക്കാരനാവും. അപ്പൊ നിന്റെ കൃഷി അങ്ങ് ഫലപ്രദമായിട്ടങ്ങ് ഫലഭൂഷ്ടമായിട്ട് കേറും. സൂപ്പർ കൃഷിയാ. നീ പറഞ്ഞു വെച്ചോ നോക്കുമ്പോഴത്തേക്കിന് നീ ഇനി വേറെ വേലയ്ക്ക് മണിക്ക് പോകണ്ട. ഇതുകൊണ്ട് ചുറ്റിപ്പറ്റി കാര്യങ്ങൾ നടക്കുക. നമ്മുടെ ഈ തൊട്ടടുത്തൊരു വാഴത്തോട്ടം ഉണ്ടല്ലോ നമുക്ക്. അത് പുറകിലല്ലേ? വാഴത്തോട്ടം ഒന്ന് കാണാം. എനിക്ക് വാഴ സിനിമ കണ്ടപ്പോ വാഴ ഭയങ്കര ഇഷ്ടം. എടി കൊച്ചേ, നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ, ഞാൻ പ്രതീക്ഷിച്ച പോലൊന്നും അല്ല. അപ്പൊ നല്ല അടിപൊളി ടീമാ. കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ കേട്ടില്ലടാ. കൃഷിയും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവൻ നടത്തുന്നുണ്ട്. പക്ഷെ നനയും കാര്യങ്ങൾ അച്ഛന്റെ നെഞ്ചത്ത് നടത്തിയിട്ടാണ് പോയത്. നോക്ക്, അയ്യേ, എന്റെ വിഷു മൊത്തം കുളമാക്കി. അവനിപ്പോ ഇങ്ങോട്ട് വരും. നിങ്ങൾ എന്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ അവനെ നിഷ്പ്രയാസം ഞാൻ ഒഴിവാക്കി തരാം. അമ്മാവോ, വാഴക്കൊലൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് കൊലച്ചിട്ടുണ്ടല്ലോ. അച്ഛന്റെ കൊലയാ. അച്ഛൻ നട്ടു വളർത്തിയ കൊലയാന്ന്. മുഴുത്ത കൊല 112 എണ്ണം ഞാൻ എണ്ണി വെച്ചിട്ട് ഇപ്പൊ കൂടെ കയറി പോന്നെ. 100 എണ്ണം ഞാൻ കയറ്റി വിട്ടിട്ടുണ്ട്. 12 എണ്ണം ഞാൻ മിറ്റ ഇട്ടിട്ടുണ്ട്. ലാഭത്തിൽ 100 എണ്ണം വിറ്റാ. അത് നമ്മുടെ ആ നാരായണൻകുട്ടി വിളിച്ചു പറഞ്ഞത്. ഞാൻ പ്ലാൻ ചെയ്താ പോകുന്നത്. 100 എണ്ണം കയറ്റി വിട്ടു. 12 എണ്ണം വെച്ചിട്ടുണ്ട്. അത് പഴുത്തിട്ടില്ല. സുധാരമ പറയുന്നത് കേട്ടോടാ. അത് പോട്ടെ, കൊലപൊളി പോട്ടെ. നമ്മള് വിഷു പൊളിക്കുന്നു. അതിന് പിന്നെ ഞാനത് അളിയൻ വന്നപ്പോ പറയാം. സുഖല്ലേടി അളിയാ? അതിലൊരു കുഴപ്പമില്ല. അളിയൻ വന്നപ്പോ ഞാൻ പറയാൻ വിട്ടുപോയി. ഇത്തവണ നമുക്ക് വിഷു ഇല്ല. അതിന് അങ്ങനെ ഒരു സംസാരം ഇപ്പൊ പറയണ ആളി. അത് വന്നപ്പോ ഒന്നും പറഞ്ഞില്ലേ നിങ്ങളാരും? ഞങ്ങൾ ആഘോഷിക്കാൻ ഓർത്തിരുന്നതാണ്. പക്ഷെ അത് അല്ല, ഇനിയിപ്പോ മറ്റേ ഈ വാഴ ഞാൻ ഈ വെട്ടി കൊടുത്തോണ്ടാണോ അതിന്റെ വിഷയം കൊണ്ടാണോ? അതൊന്നും ഒരു പ്രശ്നമില്ല. വിഷയമൊന്നുമില്ല. അതിന് കുഴപ്പമില്ല. സന്തോഷമല്ലേ ഉള്ളൂ. സന്തോഷമുള്ളൂ. എനിക്ക് ഈ അടക്കയും കൂടെ ഞാൻ എടുത്തോട്ടെ. വേണ്ടല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇപ്പൊ വിഷു ഇല്ലാത്തതിന്റെ കാര്യം? വിഷു ഇല്ലാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ചേട്ടാ, അമ്മയ്ക്ക് വയ്യാതെടുക്കളിയാ. ഇത് പറഞ്ഞില്ലല്ലോ നിങ്ങൾ ആരും. ഒന്നും പറഞ്ഞു. എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഞാൻ വൈദ്യനെ കൊണ്ട് വരുമായിരുന്നല്ലോ. അത് അളിയനിപ്പം ഇങ്ങോട്ട് മാത്രം സംസാരിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ? അല്ല, അത് പ്രായമായവരാണല്ലോ വയ്യാതെ വരും ഇതെല്ലാം ചെയ്യും. എന്താ വിഷയം എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ദേഹമൊക്കെ ഇങ്ങനെ കൊമളിച്ചിട്ടൊക്കെ വരുന്നു. ആദ്യം ഇപ്പൊ കൊച്ചുപിള്ളേർക്ക് ചൊറിഞ്ഞല മുട്ടിയാലും വരുന്നു. അത് അല്ലെന്ന്. പിന്നെ ചൊറുകണല്ലെന്ന് പറഞ്ഞു കൊടുക്കണം മക്കളെ. ചിക്കൻ ബോക്സ് അളിയാ. അല്ല, വേറെ അമ്മച്ചി വേറെ. അല്ല, നിങ്ങൾ അതിന്റെ അകത്തുനിന്നല്ലേ ഇറങ്ങി വന്ന? ഞങ്ങളപ്പോ വേറെ അപ്പുറത്തെ വീട്ടിൽ പോയി താമസിക്കാന്ന് ഓർത്തേ. നല്ല കാര്യം. പക്ഷെ ഒരു കാര്യമുണ്ട്. പ്രായമാണ്. അമ്മ ഒറ്റയ്ക്ക് ഇരുത്തരുത്. ഒറ്റയ്ക്ക് ഇരുത്തുന്നത് മോശമാണ്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ കൂട്ടിരിക്കണം. അതാണ് നല്ലത്. ഇതൊരു പകർച്ചവ്യാധി ആയതുകൊണ്ട്. ഞാനോ ഇതിന്റെ അകത്തോ? അത് ശരിയായിട്ടില്ല. നിങ്ങൾ ബന്ധം വെച്ചിരിക്കേണ്ടത് മോനോ അല്ലെങ്കിൽ ഭർത്താവുമാണ്. ഞാനല്ല. അളിയനിപ്പോ ഒരു സന്തോഷത്തിൽ വിഷു ആഘോഷിക്കാൻ വന്നതല്ലേ? ഇല്ല ഇവിടെ ഒന്ന് കൂടി. നമുക്ക് ഈ പ്രാവശ്യം വിഷു ഇല്ലല്ലോ. അവൻ വിഷുവളമാക്കാൻ വേണ്ടി വന്നേക്കുന്നു. നീ പോകുന്ന വഴിക്കും നീ പോകത്തെ ഉള്ളടാ പാറ്റനക്ക്. ഇപ്പൊ എങ്ങനെ ഐഡിയ ഉണ്ട്? സുധാകര, നീ നിന്റെ ജീവിതത്തിൽ നീ ആദ്യമായിട്ട് ഒരു നല്ല കാര്യം ചെയ്തതാ. ഈ വിഷു നമ്മള് കലക്കും. അടുത്ത വിഷുവിന് പോലും അവൻ ഈ പഞ്ചായത്തിലേക്ക് വരില്ല. അപ്പൊ ഒരു കാര്യം കണിയാക്കൊരുക്ക് അവനോട് ഉണ്ടായിരുന്ന ഞാൻ ചക്കവര എടുത്ത് നിന്നേനെ കണി. ശരിയാ. കുളിച്ചിട്ട് കയറി അടിച്ചു വെച്ചിട്ട് ഓരിക്കുന്നില്ല. നീ മുടിച്ചു പോകൂടാ പാറ്റേ. അല്ല, ഇത് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്ന ആളല്ലേ? അതെ, ഈ തവണ ഇലക്ഷനെ കുറിച്ച് കൂടുതൽ ഫണ്ട് ചെലവായിരുന്നേ. ഓഹോ, വിചാരിച്ച പോലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെ മാനേജ് ചെയ്യാന്ന് വിചാരിച്ചു. ഓരോ വീട്ടിൽ കൊണ്ടുപോയി ഈ ഫണ്ട് കൊണ്ട് ഇറക്കുമ്പോ ഓർക്കണായിരുന്നു. രേഖയുണ്ടോ? പിന്നെ ഇയാൾക്ക് രേഖ ഉണ്ടാക്കി തരാൻ പോവാ. ദാ, ഹാപ്പി ഓണം. ഓണമല്ലോ, വിഷു അല്ല, നിങ്ങൾ ഇതുകൊണ്ട് ഹാപ്പി ആവണം. ഇയാള് പിന്നെ വന്നാ? അല്ല, വേറൊന്നുമല്ല. നിങ്ങളിവിടെ വിഷു ഇല്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കണല്ലേ. അപ്പോ ഞാൻ ചെറിയൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്ത്? നമ്മുടെ അമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്, ചിക്കൻ ബോക്സ് ബാധിച്ച്. അതുകൊണ്ട് മൂത്ത ചിക്കൻ ബോക്സ് ബാധിച്ച ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അയാള് അമ്മയ്ക്ക് കൂട്ടിരിക്കും.
എടാ വന്നടാ മാറി അടുത്ത് വെക്കരുത്. അപ്പൊ അകത്ത് നല്ല മൂത്ത ചിക്കൻ ബോക്സ് ബാധിച്ച ആളുണ്ട്. ഓടിച്ചല്ലേ ഹാപ്പി വിഷു.